ഹായ്, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. അതായത് നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു, അല്ലെങ്കിൽ നമ്മളത് ചെയ്ത മെത്തേഡ് എന്തായിരുന്നു? ലാസ്റ്റ് വന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എസ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു എക്സ് റൈസ് ടു 4/3 ഇൻറ്റു 0 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 5/4 ഇൻറ്റു 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 6/5 ഇൻറ്റു 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഈ രീതിയിലുള്ളൊരു സമ്മായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇവിടെ യൂസ് ചെയ്ത ടെക്നിക്ക് എന്തായിരുന്നു? നമ്മൾ ഇതൊരു എക്സിലുള്ള ഒരു വേരിയബിളായ എക്സിലുള്ള ഒരു സീരീസ് ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്തു? ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിലേക്ക് കൊണ്ടുവന്നു. അതായത് നമ്മുടെ ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തു. ഓക്കെ, ശരിയാണല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടി വന്നു? ഒരു തവണ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വന്നു, പിന്നീട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയുള്ള ചില പ്രോസസ്സുകൾ നമ്മൾ ഇവിടെ നടത്തേണ്ടി വന്നു. പക്ഷേ എല്ലായ്പ്പോഴും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് ഈ വേരിയബിൾ എക്സ് വരണമെന്നില്ല നമ്മുടെ ക്വസ്റ്റിനകത്ത്. അത്തരം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നെക്സ്റ്റ് ഡീൽ ചെയ്യാൻ പോകുന്നത്. അതിനൊരു ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. ഓഫൺ however we require the sum of a series that does not depend on a variable. അതായത് വേരിയബിൾസ് ഇല്ലാത്ത ഫംഗ്ഷൻസ് സീരീസിന്റെ സമ്മുകൾ കണ്ടുപിടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ എക്സിന് പകരം ഒരു 1 ആണ് വന്നിരിക്കുന്നത്. അപ്പം 1 1/4 1/5 അതിലെ എത്രയാണ്? 1 ആണ്. ഓക്കെ, 1/6. ഈ രീതിക്കുള്ള എന്തായിരിക്കാം ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ പോകുന്നത്. കണ്ട, ഇവിടെ വേരിയബിൾസ് ഇല്ല. അപ്പം നമുക്ക് ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും, ഇന്റഗ്രേറ്റ് ചെയ്യൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ എന്താ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ടാണ് വരുന്നതെങ്കിലും നമ്മൾ ഇതിവിടെ ഒരു ഫംഗ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, എസ് എക്സ് എന്നൊരു ഫംഗ്ഷൻ കൊണ്ടുവരും. എന്നിട്ട് ഇതിനെ എന്ത് എഴുതും? അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് എഴുതും. അതാണ് പറയുന്നത് sometimes we require the sum of a series that does not depend on a variable. In this case, in order that we may differentiate or integrate the series, നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യും ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? we define a function of some variable x. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ the value of the function is equal to sum of the series for some particular value of x. അതാണ് പരിപാടി. ഇപ്പം നിങ്ങൾക്ക് ഇതിന്റെ മീനിങ് ഫുൾ ആയിട്ട് മനസ്സിലായാലും കുഴപ്പമില്ല. നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ ചെയ്യുമ്പോഴത്തേക്ക് ക്ലിയർ ആവും. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: സം ദ സീരീസ് എസ് ഈക്വൽ ടു 1 പ്ലസ് 2/2 പ്ലസ് 3/2 സ്ക്വയർ പ്ലസ് 4/2 ക്യൂബ് പ്ലസ് എക്സെട്ര. ഇതിന്റെ സം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. നോക്കിയേ, ഇവിടെ വേരിയബിൾസ് വല്ലതും ഉണ്ടോ? ഇവിടെ വേരിയബിൾസ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ടെക്നിക്കലി നമ്മൾ യൂസ് ചെയ്ത് ഇവിടെ ഒരു വേരിയബിൾ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, എഫ് എക്സ് എന്ന ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് 2x പ്ലസ് 3x സ്ക്വയർ പ്ലസ് 4x ക്യൂബ് പ്ലസ് എക്സെട്ര. ഇതും നമ്മുടെ എസ് എന്ന് പറഞ്ഞ ആളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിയേ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഒന്നാമത്തത് 1, ഇവിടെയും 1 തന്നെ. രണ്ടാമത്തെ ടൈം എന്താ? ഇവിടെ 2/2. നമ്മുടെ ഫംഗ്ഷനകത്ത് എന്താ വന്നിരിക്കുന്നത്? 2x. മൂന്നാമത്തെ ടൈം എന്താണ്? 3/2 സ്ക്വയർ. നമുക്ക് വന്നിരിക്കുന്നത് എന്താണ്? 3x സ്ക്വയർ. അടുത്ത ടൈം എന്താണ്? 4/2 ക്യൂബ്. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? 4x ക്യൂബ്. നിങ്ങൾ ഒബ്സർവ് ചെയ്തേ, 2 ഇവിടെ നിന്ന് ക്യാൻസൽ ആയിപ്പോയി. ഇവിടുന്ന് 3 ക്യാൻസൽ. വെറുതെ ഞാൻ ചുമ്മാ പറയണം, 4 ക്യാൻസൽ ആയിപ്പോയി. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, എക്സ് ഈക്വൽ ടു എത്രയാണ്? 1/2 ആണ്. ശരിയാണല്ലോ. അപ്പം ഈ എഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ എക്സിന്റെ സ്ഥാനത്ത് 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു കിട്ടുന്നതാണ് നമ്മുടെ ഈ എസ് എന്ന് പറയുന്ന സീരീസ്. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എസ് ഈക്വൽ ടു എഫ് ഓഫ് 1/2 എന്ന് എഴുതാൻ സാധിക്കുമല്ലോ. ശരിയാണല്ലോ. എങ്കിൽ ഈ എഫ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ഇന്റഗ്രൽ എഫ് എക്സ് കണ്ടുപിടിക്കുന്നു. ഇന്റഗ്രൽ എഫ് എക്സ് എടുത്താൽ എന്ത് വരും? 1നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും? എക്സ് തന്നെ വരും. കിട്ടി. ഇനി 2x ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും? 2x ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? x²/2. അപ്പം x²/2. 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ മിച്ചം എന്ത് വരത്തുള്ളൂ? x². സോ സെക്കൻഡ് ടൈം x². ഇനി 3x² ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും? x² ഇന്റഗ്രേറ്റ് ചെയ്താൽ x³/3. ആ 3 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ മിച്ചം എന്ത് വരും? x³. സോ ഇന്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? x പ്ലസ് x² പ്ലസ് x³ പ്ലസ് എക്സെട്ര എന്നുള്ള രീതിയിലാണല്ലോ പോകുന്നത്. സോ ഇതെന്ത് സീരീസ് ആണ്? ഈ കിട്ടിയിരിക്കുന്ന സീരീസ് എന്ന് പറയുന്നത്
ഇതൊരു ജോമെട്രിക് സീരീസ് അല്ലേ? നോക്ക്, നമ്മുടെ ഫസ്റ്റ് ടേം എന്താണ്? എക്സ്. ഓക്കെ, ഫസ്റ്റ് ടേം എക്സ്. ഫസ്റ്റ് ടേം നമ്മൾ സാധാരണ വിളിക്കുന്ന പേര് ജോമെട്രിക് സീരീസിൽ ഏതാണ്? എ ഈക്വൽ ടു എക്സ്. അടുത്ത ടേമുകളിൽ നമ്മുടെ റിലേഷൻ എന്താണ്? എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ആ റിലേഷൻ. സോ ഇവിടുത്തെ കോമൺ റേഷ്യോ ആർ എന്ന് വെച്ചാൽ എത്രയാണ്? എക്സ്. ഒരു ഇൻഫിനിറ്റ് സീരീസ് ജോമെട്രിക് സീരീസിന്റെ സം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? എ ബൈ 1 മൈനസ് ആർ. അപ്പൊ ഇവിടെ എയുടെ സ്ഥാനത്താണ് എക്സ്, ആറിന്റെ സ്ഥാനത്താണ് എക്സ്. സോ എക്സ് ബൈ 1 മൈനസ് എക്സ്. സോ അതാണ് പറയുന്നത് therefore the sum of the series is x by 1 minus x. ശരിയാണല്ലോ. സോ ഇന്റഗ്രൽ എഫ് എക്സ് ഡി എക്സിന്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പോ എന്ത് മാറ്റി എഴുതാം? ഈ ജോമെട്രിക് സീരീസിന് പകരം എന്ത് എഴുതാം? ഈ സമ്മായ എക്സ് ബൈ 1 മൈനസ് എക്സ് എഴുതാം. സോ നമ്മൾ എഴുതി ഇന്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എക്സ് ബൈ 1 മൈനസ് എക്സ് എഴുതാം. എങ്കിൽ ഇവിടുന്ന് എഫ് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രൽ പോകാൻ എന്ത് ചെയ്താൽ മതി? ഡെറിവേറ്റീവ് എടുത്താൽ മതി. അതാണ് ഇരിക്കുന്നത് എഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ബൈ 1 മൈനസ് എക്സ്. എക്സ് ബൈ 1 മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പം എന്താ ചെയ്യുന്നത്? താഴെ വന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. എക്സിന്റെ ഡെറിവേറ്റീവ് എത്രയാണ്? 1 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ 1 മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് -1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. ശരിയാണല്ലോ. സോ 1 മൈനസ് എക്സ്, ഈ മൈനസ് മൈനസ് എന്താ? പ്ലസ് ആവും. സോ ഈ എക്സ് ക്യാൻസൽ കഴിഞ്ഞാൽ നമുക്ക് മിച്ചം തരും 1 ബൈ 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. അതാണ് എഴുതിയിരിക്കുന്നത് എഫ് എക്സ് ഈക്വൽ ടു 1 ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. നമ്മൾ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എസ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് 1/2 ആണെന്നല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ശരിയല്ലേ? എസ് ഈക്വൽ ടു എഫ് ഓഫ് 1/2 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമുക്ക് എഴുതാം എസ് ഈക്വൽ ടു എഫ് ഓഫ് 1/2. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1 ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. എങ്കിൽ എഫ് ഓഫ് 1/2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സിന്റെ സ്ഥാനത്ത് 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്തും? 1 ബൈ 1 മൈനസ് 1/2 ഹോൾ സ്ക്വയർ. അപ്പം 1 ബൈ 1 മൈനസ് 1/2 എന്ന് വെച്ചാൽ എത്രയാണ്? 1/2 തന്നെ. സോ 1/2 ഹോൾ സ്ക്വയർ. ഈ 1/2 ഹോൾ സ്ക്വയർ എത്രയാണ്? 1/4. അത് ന്യൂമറേറ്ററിൽ വന്നു കഴിഞ്ഞാൽ 4. സോ നമുക്ക് ആൻസർ എസ് ഈക്വൽ ടു എത്ര കിട്ടും? 4. കണ്ടോ? അപ്പൊ നമ്മുടെ ഈ കിടക്കുന്ന ഇൻഫിനിറ്റ് സീരീസിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? ദിസ് ഈസ് ഈക്വൽ ടു 4. അതിന് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഫംഗ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഇതിന്റെ ടെക്നിക്ക് മനസ്സിലായല്ലോ? ഓക്കെ, താങ്ക് യു.